ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കാണ്. കാരമൽ ടോഫി ടീ കേക്ക്. ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, 1/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് ഇടഞ്ഞു വെച്ചതാണ്. 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര, 3 മുട്ട, ഇതാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കാരമൽ സോസ്. ഞാനൊരു 1/4 കപ്പ് കാരമൽ സോസ് എടുത്തിട്ടുണ്ട്. പ്ലം കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന കാരമൽ സിറപ്പ് അല്ല, കാരമൽ സോസാണ് ഇത്. ഒരു ഏകദേശം 1/2 കപ്പോളം പ്രലൈൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാനായിട്ടാണ്. വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ബട്ടറും പഞ്ചസാരയും നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയുടെ തരിയൊന്നും ഇല്ലാതെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അല്ല, നേരിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ ചിലപ്പം ഷെല്ല് ഇതിനകത്ത് വീഴാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ മുട്ട 3 എണ്ണം ഇതിനകത്ത് ഒരു പാത്രത്തിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചു. കുറേശ്ശെയായിട്ട് ചേർക്കാം. ഞാൻ 3 മുട്ടയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കാരമൽ സോസ് ചേർക്കാൻ പോവുക. ഇനി നമുക്ക് മൈദ, കുറേശ്ശെ മൈദയും കൂടെ ചേർക്കാം. മൈദ ചേർക്കുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഇത് യോജിപ്പിക്കാൻ. ഇങ്ങനെ പതുക്കെ യോജിപ്പിക്കണം.
ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്ക്, തീരെ അയഞ്ഞ ബാറ്ററല്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ പ്രലൈനും കൂടെ ചേർക്കാം. പ്രലൈൻ എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? ഇത് കാരമലൈസ്ഡ് നട്ട്സാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്ത് അതിനകത്തേക്ക് നട്ട്സും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് സാധാരണ നട്ട്സ് ചേർക്കുന്ന പോലെയല്ല, കാരമലൈസ്ഡ് നട്ട്സ് ചേർക്കുമ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റെഡിയാക്കി വെച്ച് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക് മാറ്റാം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഞാനൊരു 50 മിനിറ്റാണ് വയ്ക്കാൻ പോകുന്നത്. അത്ര വേണ്ടി വരുമോയെന്ന് അറിയത്തില്ല. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതൽ സമയം എടുത്തത് ബേക്കായി വരാൻ. 1 മണിക്കൂറും 5 മിനിറ്റും കൂടെ സമയമെടുത്തു ബേക്കായി കിട്ടാൻ. നമ്മൾ ഇതിനകത്ത് കാരമൽ സോസും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുത്തു ബേക്കായി വരാൻ. സോഫ്റ്റാണ്, മുറിച്ച് കാണിക്കും. ഇതാ കാരമൽ സോസിൻ്റെയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. ട്രൈ ചെയ്ത് നോക്കണേ.